Hello guys, welcome back to my YouTube channel, Malu Vlogger. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ഇത് നമ്മുടെ യൂട്യൂബ് സീരീസിന്റെ വീഡിയോ ഉണ്ട്. യൂട്യൂബ് സീരീസിന്റെ പാർട്ട് 4 ആണ്. അത് നാലാമത്തെ വീഡിയോ ആണ്. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ഹൗ ടു ഗെറ്റ് ഫ്രീ റിവ്യൂ യൂണിറ്റ്സ്. എങ്ങനെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറച്ച് റിവ്യൂ യൂണിറ്റ്സ് അൺബോക്സ് ചെയ്യാനും റിവ്യൂ ചെയ്യാനായിട്ട് നേടിയെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. സോ അതേ സമയങ്ങളിൽ നമുക്ക് നേരിട്ട് പോകാം. അതിനു മുമ്പായിട്ട് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മലു വ്ളോഗർ. അപ്പം ഈ ഒരു ഫ്രീ യൂണിറ്റ്സ് കിട്ടാനായിട്ട് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഈ ഒരു ഫ്രീ യൂണിറ്റ്സ് കിട്ടാൻ ആഗ്രഹിക്കാത്തതായിട്ട് ഒട്ടുമിക്ക എല്ലാ യൂട്യൂബേഴ്സും ആഗ്രഹിച്ചിട്ടുണ്ടാകും. തുടക്കത്തിൽ തുടങ്ങിയിരിക്കുന്ന ചാനൽ തുടങ്ങിയിരിക്കുന്നതും അല്ലെങ്കിൽ ഒരു 10,000 സബ്സ്ക്രൈബേഴ്സോ 10,000 സബ്സ്ക്രൈബേഴ്സോ ആയിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ യൂട്യൂബേഴ്സും ആഗ്രഹിച്ചിട്ടുണ്ടാവും എനിക്ക് ഫ്രീ ആയിട്ടൊരു റിവ്യൂ യൂണിറ്റ് ആരെങ്കിലും ഒന്ന് അയച്ചു തന്നിരുന്നെങ്കിൽ. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റിവ്യൂ യൂണിറ്റ് സ്വന്തമാക്കാമെന്നാണ്. അപ്പൊ അതിനു വേണ്ടി ഒരു വീഡിയോ 1 മിനിറ്റ് പോലും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകുന്നതാണ്. അപ്പൊ നമ്മുടെ ബാക്കിയുള്ള സീരീസ് യൂട്യൂബായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്ലേലിസ്റ്റ് ലിങ്ക് കാര്യമൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കിടക്കേണ്ടാവും. അപ്പൊ നിങ്ങൾ അതൊക്കെ പോയൊന്ന് കാണാം. അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അത് പോയി കാണാം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ എങ്ങനെയാണ് റിവ്യൂ യൂണിറ്റ്സ് കിട്ടാൻ നോക്കാം. അപ്പൊ ഈ ഒരു റിവ്യൂ യൂണിറ്റ്സ് കിട്ടാനായിട്ട് ഇപ്പൊ നമ്മൾ ആമസോണിലേക്കോ ഫ്ലിപ്കാർട്ടിലേക്കോ ഒക്കെ മെയിൽ അയച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അവർ നമ്മൾ തിരിഞ്ഞു നോക്കാനായിട്ട് പോകുന്നില്ല. ആമസോൺ ഫ്ലിപ്കാർട്ടൊക്കെ അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഡെവലപ്ഡ് ആയിട്ടുള്ള വലിയ കമ്പനീസ് ആണ്. ആമസോണും ആയിക്കോട്ടെ ഫ്ലിപ്കാർട്ട് ആയിക്കോട്ടെ അങ്ങനെയുള്ള കമ്പനീസ് ഒക്കെ. അപ്പൊ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റിവ്യൂ യൂണിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ വളർന്നു വന്നിരിക്കുന്ന അല്ലെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ബിഗിനിങ് ആയിട്ടുള്ള കമ്പനീസിനെയൊക്കെ സമീപിക്കുക. അതായത് Banggood.com അങ്ങനെയുള്ള കമ്പനികളൊക്കെ നിങ്ങൾ സമീപിച്ചു കഴിഞ്ഞാൽ ആഡ്കോം അതുപോലത്തെ കമ്പനികളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റിവ്യൂ യൂണിറ്റ്സ് അയച്ചു തരാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും. പക്ഷെ ഇവര് നിങ്ങൾ റിവ്യൂ യൂണിറ്റ്സ് കിട്ടാനായിട്ട് നിങ്ങളുടെ ചാനൽ നല്ലൊരു വ്യൂവർഷിപ്പ് വേണം. അതായത് നിങ്ങളുടെ വീഡിയോസ് ഒക്കെ മിനിമം ഒരു 1000 പേരെങ്കിലും നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളും കാണുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്കൊരു 5000 സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്തുണ്ട്. അതുപോലെ നിങ്ങളുടെ ചാനലിലെ വ്യൂവർഷിപ്പും നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അപ്പൊ അവരെ നിങ്ങളുടെ എന്തെങ്കിലും പ്രോഡക്റ്റ് അയച്ചത് നിങ്ങളുടെ ചാനലിൽ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും നേട്ടം വേണമല്ലോ. അല്ലാതെ നിങ്ങൾ നന്നാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു പ്രോഡക്റ്റ് അയച്ചാൽ അതിന്റെ കാര്യമില്ലല്ലോ. അപ്പം അവരിവിടുന്ന് ഒരു പ്രൊഡക്റ്റ് അയച്ചു തന്നെങ്കിൽ അവർക്ക് അതിനെ കൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടായിരിക്കണം. അപ്പൊ ഈ നിങ്ങളുടെ വീഡിയോ കാണുന്ന 1000 ആൾക്കാരും അവരുടെ പ്രൊഡക്റ്റ് വാങ്ങുമെന്ന വിശ്വാസത്തോടു കൂടിയാണ് അവർ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് അയച്ചു തരുന്നത്. സോ അങ്ങനെയുള്ള വ്യൂവർഷിപ്പ് നിങ്ങളുടെ ചാനൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കമ്പനീസും കാര്യങ്ങളൊക്കെ റിവ്യൂ യൂണിറ്റ്സ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. സോ ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്കൊന്നും നമ്മളിങ്ങനെ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. അവർക്ക് ഓൾറെഡി ഇങ്ങോട്ട് അവർ സമീപിച്ചു ഇന്ന സാധനം പ്രൊമോട്ട് ചെയ്ത് തരാമോ എന്ന് പറഞ്ഞ് അവർ പ്രൊമോട്ട് ചെയ്ത് തരും. പക്ഷെ നമ്മളിപ്പം പറയുന്നത് ഒരു 10,000 സബ്സ്ക്രൈബേഴ്സ് 6,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ചാനൽ അത്യാവശ്യം നല്ല വ്യൂവർഷിപ്പ് ഉണ്ട്, 5000 സബ്സ്ക്രൈബേഴ്സ് ഉള്ളെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റിവ്യൂ യൂണിറ്റ്സ് കിട്ടാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ എന്ത് ക്രൈറ്റീരിയ ആണ് അവർ നോക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തന്നു. നിങ്ങളുടെ ചാനൽ അത്യാവശ്യം മീഡിയം ആയിട്ടുള്ള ഒരു വ്യൂവർഷിപ്പും കാര്യങ്ങളും വേണം. അപ്പൊ നിങ്ങളുടെ ചാനലിലൂടെ അവരുടെ വീഡിയോ അവരുടെ ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടെന്ന് അവർക്ക് തോന്നണം. സോ അത്യാവശ്യം ഒരു സബ്സ്ക്രൈബർ ബേസും കാര്യങ്ങളൊക്കെ വേണം. അല്ലാതെ നിങ്ങളിപ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു വീഡിയോ കേട്ടിട്ട് നേരെ മെയിൽ അയക്കുകയാണ് എനിക്ക് ഇന്ന സാധനം പ്രൊമോട്ട് ചെയ്യാൻ ഫ്രീ ആയിട്ട് തരാമോ എന്ന് പറഞ്ഞ് മെയിൽ അയച്ചു കഴിഞ്ഞാൽ അവർ എന്തായാലും തരാനായിട്ട് പോകുന്നില്ല. സോ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ചാനൽ നല്ലൊരു വ്യൂവർഷിപ്പ് ഉണ്ടോ എന്നാണ്. ആൻഡ് പിന്നെ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നേരെ നിങ്ങൾ പ്ലേ സ്റ്റോറിലേക്ക് പോവുക, ബാങ്ക്വുഡ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. ബാങ്ക്വുഡ് എന്ന് പറയുമ്പോൾ താഴെ ഡെവലപ്പർ കോൺടാക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ഡെവലപ്പർ കോൺടാക്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ അവരുടെ മെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ഒരു മെയിൽ എടുത്തതിന് ശേഷം നിങ്ങളൊരു മെയിൽ അയക്കുക അവർക്ക്. എൻ്റെ ചാനലിന്റെ പേര് ഇന്നതാണ്, ഞാൻ ഇന്നതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നത്, എനിക്ക് ഫ്രീ ആയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങളുടെ കുറച്ച് പ്രോഡക്റ്റ്സ് അയച്ചു തരാമോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയുക. ആൻഡ് നിങ്ങൾക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, നിങ്ങളുടെ ചാനൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്ന് നിങ്ങൾ അതിനകത്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ ചാനലിന്റെ URL നിങ്ങളുടെ ചാനലിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ആ ഒരു മെയിലിനകത്ത് ഉൾപ്പെടുത്തി അവർക്കൊരു മെയിൽ അയക്കാം. ആൻഡ് ഒരു മെയിൽ അയച്ചു കഴിയുമ്പം അവർ 2-3 ദിവസം നിങ്ങളുടെ ചാനൽ അവർ വെരിഫൈ ചെയ്യും. നിങ്ങളുടെ ചാനലൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം അവർക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവും നോക്കിയതിന് ശേഷം 2-3 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു മെയിൽ തിരിച്ചു വരും. ആ ഒരു മെയിൽ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒഫീഷ്യൽസിന് ഈ ഒരു മെയിൽ ഞങ്ങൾ ഫോർവേഡ് ചെയ്യാം. അപ്പൊ അവർ നിങ്ങളുടെ ചാനൽ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം അറിയിപ്പ് നിങ്ങളിലേക്ക് വിവരങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതാണ് എന്ന് പറഞ്ഞൊരു മെയില് നിങ്ങളിലേക്ക് തിരിച്ചു വരും. അപ്പം ആ ഒരു മെയില് നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യാം.
വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ അവർ പരിശോധിച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് ഒരു മെയിൽ വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിവ്യൂ യൂണിറ്റ്സ് തരാമെന്ന് പറഞ്ഞ മെയിൽ വരും. അപ്പൊ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിവ്യൂ യൂണിറ്റ്സും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതാണ്. അല്ലാതെ നിങ്ങൾ ഇപ്പൊ തുടക്കത്തിൽ 1-2 വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതും വെച്ചുകൊണ്ട് റിവ്യൂ യൂണിറ്റ്സിന് പോകേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ നിങ്ങളിലേക്ക് പറയാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ കണ്ടന്റിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ചാനൽ ഒരുവിധം റീച്ച് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ എൻ്റെ ചാനൽ ഇത്രയും വ്യൂവർഷിപ്പ് ഉണ്ട്, എനിക്ക് നിങ്ങൾ അവരുടെ ഒരു സാധനം പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ട് നിങ്ങളെ റിവ്യൂ യൂണിറ്റ്സ് തരും അവർ എന്ന് പറഞ്ഞ കോൺഫിഡൻസ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഇമെയിൽ വഴി അപ്ലൈ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിവ്യൂ യൂണിറ്റ്സ് അവർ അയച്ചു തരുന്നതാണ്. സോ അപ്പം ഈ ഒരു സംഭവം നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ എങ്ങനെയാണ് പെട്ടെന്ന് 1000 സബ്സ്ക്രൈബേഴ്സും വ്യൂവർഷിപ്പും ഉണ്ടാക്കിയെടുക്കാന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കിടക്കണ്ടാവും. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്ത് കണ്ട് പഠിക്കാം. അതിനുശേഷം നിങ്ങളുടെ ചാനലിലേക്ക് വ്യൂവർഷിപ്പ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ രീതിയിലുള്ള റിവ്യൂ യൂണിറ്റ്സിന് അപ്ലൈ ചെയ്യാനാണ്. സോ ഇന്നത്തെ വീഡിയോ എത്ര ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റിവ്യൂ യൂണിറ്റ്സ് സ്വന്തമാക്കാവുന്നൊരു വീഡിയോ ആയിരുന്നു ഇത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ ഇതുപോലത്തെ പുതിയ ടിപ്സും ട്രിക്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഉണ്ടായിരുന്നുള്ളൂ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാൻ. ഇറ്റ്സ് മീ യുവർ മല്ലു വ്ളോഗർ സൈനിങ് ഓഫ്.